മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിൽ 14 ദിവസത്തേക്ക് റിമാൻഡിൽ. രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്ന അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് അർദ്ധരാത്രിയിൽ അതീവ രഹസ്യമായി ഹോട്ടലിൽ നിന്ന്. രാഹുലിനെതിരെ വഴുതിയിലെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രതിഷേധം. രാഹുലിന്റെ അറസ്റ്റ് വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിയുടെ പരാതിയിൽ എഫ്ഐആറിൽ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ കുറ്റങ്ങൾ, ഹോട്ടലിൽ മുറിയടിപ്പിച്ച ശേഷം കടന്നാക്രമിച്ചുവെന്ന് പരാതിക്കാരി, സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നും ഗർഭിണിയെന്ന് അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞെന്നും യുവതി, ദൈവത്തിന് നന്ദിയെന്നും മാലാഖ കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ എന്നും ആദ്യ കേസിലെ പരാതിക്കാരി. ഫസ്റ്റ് ഓൺ ന്യൂസ് 18. രാഹുലിന് വേണ്ടി പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ യുവതിയെ നിർബന്ധിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റ് പുറത്ത്. 3 BHK തന്നെ വേണമെന്ന യുവതിയോട് രാഹുൽ. പുതിയ പരാതിയും ആരോപണങ്ങളും നിഷേധിച്ച് രാഹുലിന്റെ ജാമ്യാപേക്ഷ. ജയിലിൽ അടയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ നീക്കം. നിയമോപദേശം തേടുമെന്ന നിയമസഭാ സ്പീക്കർ. രാഹുലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് എന്ന് CPM. പാർട്ടി പുറത്താക്കിയ ആളോട് MLA സ്ഥാനം ഒഴിയണമെന്ന് പറയാൻ കഴിയില്ലെന്ന് VD സതീശൻ. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ നിർബന്ധിതരായെന്ന് BJP. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് BJP മേയറെങ്കിൽ നാളെ BJP മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം. हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना, भाजपा का मुख्यमंत्री लाना. ശബരിമല സ്വർണ്ണ കവർച്ച സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി. അന്വേഷണം നിഷ്പക്ഷമല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമെന്നും അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള തന്ത്രിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. തന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. മകരവിളക്കിന് തയ്യാറെടുത്ത് സന്നിധാനം. ജനനായകൻ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നാളെ സുപ്രീം കോടതിയിൽ. നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ കരൂർ ദുരന്തത്തിൽ വിജയ് നാളെ CBIക്ക് മുന്നിൽ. ഡൽഹിയിലെ CBI കോടതിയിൽ ഹാജരാകും.